ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. എന്നിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അധികം അരഞ്ഞു പോവാതെ. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മാവൊന്ന് തയ്യാറാക്കി വെക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒരു സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരൽപ്പം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കൊടുക്കാം. അപ്പം ഞാനിതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതാ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 3-4 ടേബിൾ സ്പൂൺ മയണൈസും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് അവസാനം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അതേ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. നല്ല നേർമയായിട്ട് ഇതേ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. മടക്കി വെച്ചതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എല്ലാ ഭാഗവും ചെറുതായിട്ട് അമർത്തി കൊടുക്കാം. കയ്യിലെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെഡിയാക്കി വെക്കാം. അതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് തയ്യാറാക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് റസ്ക് പൊടിച്ചതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോക്സ് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കാം. ഇനി ഇത് റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് റസ്ക് പൊടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികമുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം. ബാക്കിയുള്ളത് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കും. അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ ഇങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ചപ്പാത്തി കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഷവർമ ബോക്സ് ആണ് കേട്ടോ. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.